ഹലോ ഹായ് ഓൾ അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ സ്കൂളൊക്കെ അടച്ചു, എല്ലാവർക്കും അവധിക്കാലമായി. ഇനിയിപ്പോൾ അവധിക്കാലം അടിച്ചു പൊളിക്കാനുള്ള ആ ഒരു സമയം എടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോകണം, ഉമ്മാനെയും അനിയന്മാരെയും കുടുംബക്കാരെയും ഒക്കെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിനിക്കോയിൽ നിന്ന് നമ്മൾ പോവാണ്. ഡയറക്റ്റ് നമുക്ക് മിനിക്കോയിൽ നിന്ന് ഷിപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ സത്യം പറഞ്ഞാൽ പറയാതെയാണ്, ഇപ്പോൾ ഒരു സർപ്രൈസായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകാൻ പോകുന്നത് ഇപ്രാവശ്യം. അങ്ങനെ ഞാൻ വെസലൊക്കെ കയറി അവിടെ നിന്ന് നാട്ടിലെത്തിയിരിക്കുന്ന ആ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മിനിക്കോയിൽ നിന്ന് നമ്മൾക്ക് ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഷിപ്പില്ലാന്ന്, അപ്പോൾ ഒരു വെസലുണ്ടായിരുന്നു കവരത്തി വഴി. അപ്പോൾ കവരത്തിയിൽ പോയിട്ട് പിന്നെ കവരത്തിയിൽ നിന്നാണ് എൻ്റെ നാട്ടിലേക്ക് വെസലുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മിനിക്കോയിൽ നിന്ന് കയറുന്നത് മുതലുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ കയറുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഫ്രണ്ടിന് ഇങ്ങനെ ഈ വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ മുഖം കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ കോടി ബീച്ചിലേക്ക് വന്നപ്പോൾ അവിടെ കുറേ കുട്ടികളല്ല കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ കുട്ടിയും കോലും കളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ കുട്ടിയും കോലും കളിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഇവിടുത്തെ കുറച്ച് വ്യത്യാസമുണ്ട്. നോമ്പിൻ്റെ മാസം ആകുമ്പോഴാണ് ഇവർ ഈ ഒരു കളി മെയിനായിട്ട് ഇവിടെ കളിക്കുന്നത്. ഇത് പല പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇങ്ങനെ ഈ ബീച്ച് സൈഡിൽ പിന്നെ വേറെ കളിക്കുന്ന പല ഗ്രൗണ്ടുകളുണ്ടല്ലോ, അവിടെയൊക്കെ നിറച്ചും ഈ കുട്ടിയും കളിക്കുന്നവരുടെ മേളമായിരിക്കും ഈ നോമ്പിൻ്റെ മാസത്തിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ കൂടി പോകുമ്പോൾ എടുത്തു എന്ന് മാത്രം. ഭയങ്കര വെയിലുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടൊന്നും എടുക്കാൻ നിന്നില്ല, കാരണം അവർക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവും. നമ്മളിവിടെ ഇറങ്ങിയാൽ ചിലപ്പോൾ അവരെ അടിക്കുന്ന കുട്ടി നമ്മളെ മേത്ത് കൊള്ളാനും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ എടുത്തു എന്ന് മാത്രം. പിന്നെ ഇനി എപ്പോഴാണ് മിനിക്കോയി കാണുക എന്നും പറയാൻ പറ്റില്ല. എൻ്റെ ആ ഒരു 3 വർഷം ഇവിടെ തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടായാൽ പിന്നെ മിനിക്കോയി ഒരു ഓർമ്മയായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് കറങ്ങാൻ ഇറങ്ങിയത്. പിന്നെ കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കോട്ടേഴ്സിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു വാഴക്കുല ഇങ്ങനെ വെട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കോട്ടേഴ്സിൻ്റെ വലിയ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ വാഴകളുണ്ട്. അപ്പോൾ ഇതിൽ 2 കുല ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഈ ഒരെണ്ണം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതല്ലേ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലോ, ഒരു വിഷമയമൊന്നുമില്ലാത്ത പഴം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഴയൊന്നും നമ്മൾ വെച്ചതൊന്നും അല്ല കേട്ടോ, നമ്മൾ പോയപ്പോൾ ഈ കോട്ടേഴ്സിലുള്ളതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കുല തരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിന്നും, നമ്മളെ ഫ്രണ്ട്സിന് കൊടുക്കും. അങ്ങനെ വലിയ വലിയ കുലകളായിരിക്കും ചിലപ്പോഴൊക്കെ കിട്ടുന്നത്. ഇത് അത്ര വലുതല്ല, വീഡിയോടിൻ്റെ കൂടെ കൊത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നതിന് മുന്നേ, അത് വലിയതായിരുന്നു. അപ്പോൾ അതൊക്കെ കാർഡ്ബോർഡ് വെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോഴേക്ക്. പിന്നെ ഇടയ്ക്കൊക്കെ അല്ല നമ്മുടെ മിനിക്കോയിലുള്ള ഫ്രണ്ട്സൊക്കെ വരാറുണ്ട് ഇടയ്ക്ക്. അവരിങ്ങനെ കുല ചോദിച്ചുകൊണ്ട് വരും. ഇവിടെ കല്യാണ ആവശ്യങ്ങൾക്ക് പിന്നെ ഈദിനൊക്കെയും ഈ നാടൻ കുലകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാറുമുണ്ട്. അല്ലെങ്കിൽ നമുക്കെല്ലാം തീരൂലല്ലോ. അങ്ങനെ ഇതൊക്കെ നമ്മളെ കോട്ടേഴ്സിൻ്റെ വേലിയിലുള്ളതാണ്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളാരും വെച്ചതല്ല, ഇവിടെ എല്ലാ കോട്ടേഴ്സിൻ്റെ വേലിയിലും ഇങ്ങനെ വാഴകളുണ്ട്. അപ്പോൾ നമ്മളൊന്നും വെള്ളം അങ്ങനെ അധികം ഒന്നും ഒഴിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടത് വളരാറുണ്ട്, നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നാടിൻ്റെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ വരുന്നത്. ഇപ്പോൾ ഒരെണ്ണം കൂടി ആയി വരുന്നുണ്ട്, പക്ഷെ അതായിട്ടില്ല. ഇപ്പോൾ വേറൊരെണ്ണം കൂടി വലിയ കൂമ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിനി തിരിച്ച് വരുമ്പോൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അറിയില്ല, ട്രാൻസ്ഫർ കിട്ടിയാൽ പിന്നെ വേറെ ആർക്കെങ്കിലും ഈ കോട്ടേഴ്സ് കിട്ടുമല്ലോ, പിന്നെ അപ്പം എങ്ങനെയാണ് നമ്മൾ പോകുമ്പോൾ വേറെ വരുന്നവർക്ക് അങ്ങനെ അല്ല, നമ്മളാരും ഇത് വെച്ചുണ്ടാക്കിയതൊന്നുമല്ലല്ലോ അവകാശം പറയാൻ. അങ്ങനെ പിന്നെ നമ്മൾ കുലയൊക്കെ അങ്ങനെ വെട്ടി അതിനെ ചെറിയ അതിൻ്റെ ഓരോരോ ഇതാക്കിയിട്ട് നമ്മളെ കാർഡ്ബോർഡ് വെട്ടിയിലാണല്ലോ കൊണ്ടുവന്ന്. അങ്ങനെയൊക്കെ ആളിപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് നല്ല രീതിയിൽ കെട്ടി ബന്ധാവസ്ഥയിൽ നമുക്ക് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം, അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്ന് രാത്രിയിൽ ഞാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ട്. ഇത് എൻ്റെ മോൾക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ കൊണ്ടുവന്നത്. പിന്നെ ഈ മോൻ അവൻ്റെ അപ്പച്ചിയുടെ കൂടെയാണ് മിനിക്കോയിലേക്ക് വന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ബേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ടീച്ചർ. അപ്പോൾ അവർ ഇനി പോകുമ്പോൾ ഈ മോൻ അവരുടെ കൂടെ തന്നെ പോവും. അപ്പോൾ അടുത്ത വർഷം കാണുമോ എന്നറിയില്ല. അതൊക്കെ കൊണ്ടാണ് മോൻ വന്നത്. നല്ലൊരു മോനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവരെയൊക്കെ ഇനി എപ്പോഴെങ്കിലും കാണുമോ എന്ന് തന്നെ അറിയില്ല. വല്ലപ്പോഴും ഒക്കെ കണ്ടാൽ മതിയായിരുന്നു നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ എവിടെ നിന്നെങ്കിലുമൊക്കെ വെച്ച്. പിന്നെ നമ്മൾ അന്ന് രാത്രി പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ വീണ്ടും കറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ജെട്ടിയിലേക്ക്.
അപ്പോൾ നൈറ്റ് വ്യൂ നല്ല രസമാണ്, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഹരമുള്ള ഒരു റൈഡ് എന്നൊക്കെ പറയാം നമ്മളെ ഭാഷയിൽ. അങ്ങനെ അതിന് വന്നപ്പോഴാണ് നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു. ആള് കുറേ മീനൊക്കെ പിടിച്ച് അവിടെ ഒരു പെട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ല, ഗൂൺ ഫിഷാണ് ഇത്, നിങ്ങൾക്ക് എടുത്തോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്, അപ്പോൾ എടുത്തുകൊണ്ട് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പിറ്റേ ദിവസം കയറുന്നുണ്ടല്ലോ അത് രാവിലെ തന്നെ, പിന്നെ നമുക്കിപ്പോൾ ഈ മീനിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ആൾ കുറേ നിർബന്ധിച്ചു, പക്ഷെ നമുക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. കയറാത്തൊരു സമയമായിരുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് എടുത്തുകൊണ്ടേ പോവുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അയാളുടെ അടുത്ത് കുറേ സമയം കത്തിയൊക്കെ വെച്ച് അയാളെ മീനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പിന്നെ നമ്മളെ കോട്ടേഴ്സിലേക്ക് രാവിലെ തന്നെ കയറണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വന്നു. തിരിച്ചു വന്നിട്ട് നമുക്ക് ഉറക്കമൊന്നും വന്നില്ല, കാരണം അതിരാവിലെയാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മളൊരു 6 മണിയായപ്പോഴേക്ക് നമ്മൾ ജെട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. 6 to 6:30 എന്നാണ് അവർ ബോർഡിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോഴേക്ക് കയറ്റാനൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നവോദയയിലെ ഒരുപാട് കുട്ടികൾ കയറാനുണ്ടായിരുന്നു, അവർക്കും വെക്കേഷനാണ്. ഇവിടെ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ മാത്രമാണ് ജവഹർ നവോദയ വിദ്യാലയം ഉള്ളത്. അപ്പോൾ അവിടുത്തെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അവരൊക്കെയും ഈ ഒരു വെസലിൽ കയറുന്നുണ്ടായിരുന്നു. കവരത്തിയിൽ ചെന്നാൽ എന്തായാലും നമ്മളൊക്കെ നാടുകളിലേക്ക് വെസൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ട് നമുക്ക്. പിന്നെ പ്രോഗ്രാം ഇട്ടുവിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാടുകളിലേക്കൊക്കെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കൂടി അവിടെ നിന്നപ്പോഴേക്ക് പിന്നെ കയറ്റാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിലാണെങ്കിൽ ഒരുപാട് ലഗേജുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരത്തെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ അറിയാവുന്നവരുടെ ഒരു സുഹൃത്തും പിന്നെ ബന്ധുവൊക്കെ കൂടിയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു വെസലിൽ ജോലിക്കാരനായിട്ട്. പിന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ സുരക്ഷിതമായി കയറ്റാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെയൊക്കെയല്ലേ എനിക്ക് വെസലിൽ കയറാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ടും തലകറക്കം, ഛർദ്ദിക്കാൻ വരുന്നത് അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരിക്കലും ഞാനിപ്പോൾ കവരത്തിയിലേക്ക് വെസലിൽ പോയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വലിയ ഭയവും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, ഛർദ്ദിക്കാനൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര റഫായിരിക്കും കടൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കവറൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ കയറിയപ്പോഴും ട്രാവലിങ്ങിൻ്റെ ഒരു ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ആ ഗുളിക കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വന്നു. പിന്നെ ഞാൻ നാടെത്തിയപ്പോഴാണ് ഞാൻ എണീറ്റത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ആ ഒരു ഗുളിക കഴിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ ഞാൻ എണീക്കുന്നത് കവരത്തി എത്തിയപ്പോഴാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തി ദ്വീപിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കുട്ടികൾ നവോദയയിൽ പഠിക്കുന്നവരൊക്കെ ഈ ഒരു വെസലുണ്ടായിരുന്നു. അവരവരുടെ നാട്ടിലേക്ക് പോകാനുള്ളവരാണ്. പെരുന്നാളിലേ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അവരവരുടെ നാട്ടിൽ പോയി ആഘോഷിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, ബന്ധു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആളിവിടെ നിൽക്കുന്നുണ്ട്. താരിക്കെന്നാണ് കേട്ടോ പേര്. അവിടെ വെസലിൽ കയറുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സേഫാണ്, കാരണം നമുക്ക് എല്ലാ ഹെൽപ്പിനും ആളുണ്ടല്ലോ. കവരത്തിയിൽ വന്നാൽ എനിക്ക് എപ്പോഴും താമസിക്കാൻ താല്പര്യമുള്ളത് ബിസ്മില്ല ലോഡ്ജിലാണ്. ഇപ്രാവശ്യം നമ്മളിവിടുത്തെ സൂട്ട് റൂമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങോട്ടേക്ക്, ഫാമിലി ആയിട്ടൊക്കെ. അപ്പോൾ അവരൊരു വലിയ ഫാമിലി ആണെങ്കിൽ പോലും ഈ ഒരു റൂം എടുത്താൽ തന്നെ മതിയായി പോകും, കാരണം അത്രയ്ക്കും വിശാലമായിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ സോഫയൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ അത് മാത്രമല്ല AC റൂമാണ്. പിന്നെ ടോയ്ലറ്റിൽ ഒക്കെ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ ഇത് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുഞ്ഞു ഫ്രിഡ്ജുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം കുടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വെർത്തായി പോവും ഈ ഒരു റൂം എടുത്താൽ. കാരണം വെള്ളമൊക്കെ വെക്കാമല്ലോ നമുക്ക്, ഫ്രൂട്ട്സൊക്കെ. ഇപ്പോൾ നോമ്പല്ലേ നമ്മൾ, അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് വെള്ളവും ഫ്രൂട്ട്സൊക്കെ അതിൽ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ എൻ്റെ ഒരു കസിനാണ് റൈസ, അപ്പോൾ അവളിന് ഞാനും കൂടിയിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മിനിക്കോയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് കവരത്തിയിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ 1-2 സാധനങ്ങൾ ഞാൻ മേടിക്കാത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു ബേബി ഷോപ്പിലേക്ക്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണിത്. പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ബർക്കത്ത് കൊട്ടാരം എന്ന് പറയുന്ന വേറൊരു ഷോപ്പുണ്ട്. അവിടെ പോയപ്പോഴാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് നീനുവിനെ കണ്ടത്. നീനുവിനും മക്കളും കൂടി അവിടെ ഉണ്ടായിരുന്നു. ആളിവിടെയാണ് വർക്ക് ചെയ്യുന്നത് കവരത്തിയിൽ. പിന്നെ അതിനുശേഷം നമ്മൾ കയറുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമാണിത്. അതായത് നമ്മളിപ്പോൾ കവരത്തിയിൽ ഇറങ്ങിയിട്ട് 1.5 ദിവസം ആവാറായി. 1.5 ദിവസം കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവേണ്ടത്. പിറ്റേ ദിവസമാണ്, അതായത് 31-ാം തീയതിയാണ് നമുക്ക് വെസലുള്ളത് നാട്ടിലേക്ക്.
അപ്പോൾ 30-ാം തീയതി നമ്മളിവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ഒടുക്കത്തെ ചൂടാണ്. പിന്നെ ബൈക്കിൽ പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ചൂട് അറിയുന്നില്ല എന്ന് മാത്രം. നല്ല പൊള്ളുന്ന ചൂടായിരുന്നു. പിന്നെ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാരണം ഇന്ന് വൈകുന്നേരം നമുക്ക് കറങ്ങാൻ പറ്റില്ല. വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും മാസപ്പിറവി നോക്കാൻ വേണ്ടിയിട്ട് ജെട്ടിയുടെ പരിസരത്തിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉച്ച ആയപ്പോഴാണ്, ഒരു 3 മണിയൊക്കെ ആയ സമയത്താണ്. എന്നിട്ട് നട്ടുച്ച നേരം പോലെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. നല്ല ചൂടാണ്. മിനിക്കോയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ. പിന്നെ എൻ്റെ നാട്ടിൽ ചെന്നുള്ള അവസ്ഥ എനിക്കറിയില്ല എന്താന്ന്. പിന്നെ ഇവിടുത്തെ ഹെലിപ്പാഡിലേക്ക് കയറാനുള്ള കവാടമാണിത്. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ കയറി. ഇപ്പോൾ കുറേ സമയം നമ്മളിവിടെ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടൊക്കെ ഉള്ളത് കൊണ്ടും ഈ ഒരു സമയം ആയതുകൊണ്ടും ഒരൊറ്റ മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ജോലിക്കുള്ളവരൊക്കെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ പരിസരത്തൊന്നും ആരെയും കണ്ടിട്ടില്ല. നമ്മൾ വെറുതെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് പോലും ഒരാളെയും കണ്ടില്ല. പിന്നെ കുറേ സെൽഫിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ വന്നത് നേരെ ഈ നാടിൻ്റെ വടക്ക് ഭാഗത്താണ്, വടക്കേ അറ്റത്ത്. അപ്പോൾ അവിടെ നമ്മൾ കുറേ സമയം അങ്ങനെ നിന്നു. കുറേ സംസാരിച്ചിട്ടൊക്കെ നമ്മൾ തന്നെ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ഫാമിലി അപ്പുറത്തുണ്ടായിരുന്നേ, ചെറിയ കുട്ടിയൊക്കെ ആയിട്ട് അവരുണ്ടായിരുന്നു. അവരെനിക്ക് വന്ന് കവരത്തിയിലെ ആണോ എന്ന് എനിക്കറിയില്ല, നമ്മളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു വെസൽ ഇങ്ങനെ പോകുന്നത് കണ്ടത്. ഇപ്പോൾ ഈ ഒരു സമയത്തുണ്ടല്ലോ, ഈ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ വേറെ ദ്വീപിൽ നിന്നൊക്കെയും ആൾക്കാർ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷൻ വെസലുണ്ടാകും. ഇവിടെ നിന്ന് വേറൊരു വെസൽ. അപ്പോൾ ആ വെസലിൽ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളിവിടെ ഇറങ്ങും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വെസലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒരുപാട് വെസൽ എല്ലാ ദിവസവും എവിടെ നിന്നെങ്കിലും ഒക്കെ വരുന്നതും പോകുന്നതും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ട് കവരത്തിയിൽ. പക്ഷെ എല്ലാവരെയും ഒന്നും കാണാൻ, ഒരാളെ പോലും കാണാൻ നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും ആവില്ലല്ലോ. പിന്നെ ഒരിടത്ത് പോയില്ല എന്ന് വെച്ചാൽ പരാതി കേൾക്കാനും പറ്റില്ല. അങ്ങനെ നമുക്കിനി നോമ്പ് തുറക്കെ ഇന്ന് കടപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മോനെ കണ്ടു. അവിടെ ഒരുപാട് സ്ഥലത്തൊക്കെ ഇത് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇപ്പോൾ എല്ലാ ദ്വീപുകളിലും ഇതൊക്കെ കാണുന്ന ഒരു നിത്യ കാഴ്ചയാണ്. ഇപ്പോൾ ഈ നോമ്പിൻ്റെ മാസമൊക്കെ ആയാൽ ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത്. അപ്പോൾ രസമാണ് നമുക്ക്. കാരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്തൊക്കെ മേടിക്കാമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് പൊരിപ്പ് ഐറ്റംസൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നാൽ ബിസ്മില്ല ബേക്കറിയിൽ കയറാതെ പോകുന്ന ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പ്ലം കേക്കും അതേപോലെ ഇവിടുത്തെ ഈന്തപ്പഴ കേക്കിൻ്റെയും ആരാധകനാണ് എൻ്റെ ഹസ്ബൻഡ്. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കടയാണിത്, ഈ ഒരു ബേക്കറി. അപ്പോൾ പണ്ടൊക്കെ നമ്മളിവിടെ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇവിടെ ജോലി ഉണ്ടായിരുന്നു ഒരു കോൺട്രാക്ട് ബേസിൽ. ആ സമയത്ത് ഇവിടുത്തെ പ്ലം കേക്കിൻ്റെ വലിയൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ ഈന്തപ്പഴ കേക്കിനോടാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കുള്ള സമയത്തും ആൾക്കാരുടെ കൂടെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മളത് വരുത്തിക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം 6:30 ആയപ്പോൾ റൈസായും ഷുക്കൂറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കസിൻസാണ് അവർ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മാസവും നോക്കി നോമ്പ് തുറക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പിന്നെ ഇവിടത്തേത് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ കവരത്തിയിലേത്. കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഇന്നേ ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജെട്ടിയുടെ പരിസരത്തിലേക്ക് വരും. പിന്നെ അവരവരുടെ കടപ്പുറത്തിരിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഈ ജെട്ടിയുടെ പരിസരത്തിലേക്ക് വരും. നല്ല രസമാണ്. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മോനൊക്കെ ചെറിയ സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുമുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പെരുന്നാളിനും ഇവിടെ ഉണ്ടായിരുന്നു, നോമ്പ് തുറക്കാനും അതേപോലെ ഈ മാസം നോക്കാനും. പക്ഷേ ഈ ഒരു ജെട്ടി പരിസരത്തിൽ നമ്മൾ അന്നൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങളെ കൂടെ റൈസാടെ മോനുണ്ടല്ലോ, അവൻ്റെ കയ്യിൽ കുറേ പടക്കവും അതേപോലെ നമ്മളെ ഭാഷയിൽ തീവാളം എന്ന് പറയും, എനിക്ക് കേരളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല ഇതിന്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ പെരുന്നാളിന് ഇതൊക്കെ പൊട്ടിക്കും. പിന്നെ അത് മാത്രമല്ല, പിറ്റേ ദിവസം പെരുന്നാളാണല്ലോ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നേ തുടങ്ങും. 2-3 ദിവസം മുന്നേ തന്നെ തുടങ്ങുന്നവരും ഉണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് മാസപ്പിറവി കാണാൻ വരുന്നവർ എല്ലാവരും ഇങ്ങനെയൊക്കെ കൊണ്ടുവരും, കുട്ടികളും വലിയവരും എല്ലാവരും. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട്, ഇനിയിപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് മാസം കാണുക. അങ്ങനെ എല്ലാവരും അങ്ങനെ അങ്ങിങ്ങായിട്ടിരിക്കുന്ന ഒരു രസകരമായ കാഴ്ചകളാണ് ഇവിടെ. നല്ല രസമാണ്, നല്ല കാറ്റും ഉണ്ട്, നമുക്ക് വിയർക്കൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെയൊക്കെ എൻ്റെ നാട്ടിലെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയേ. അപ്പോഴാണ് റൈസ പറഞ്ഞത് ഒരുപാട് ആൾക്കാരൊക്കെ ഇതിന് മുന്നേ വെസൽ വന്നപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ട് നാട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂളൊക്കെ അടച്ചാൽ പിന്നെ ആരും നിൽക്കില്ലല്ലോ. പിന്നെ അങ്ങനെ ബാങ്കൊക്കെ വിളിച്ചു, നമ്മളൊക്കെ അങ്ങനെ നോമ്പൊക്കെ തുറന്നു. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മാസം നോക്കലാണ്. അപ്പോൾ റൈസയുടെ അനിയത്തി ഹസീറായും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ റിയാമോളുണ്ട്, എൻ്റെ ഒരു കസിനാണ്. അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്നിട്ടാണ് നോമ്പ് തുറന്നത്. പിന്നെ എൻ്റെ നാട്ടിലെ ആരെയും ഞാൻ ആ ഭാഗത്ത് എവിടെയും കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം നല്ല രസമായിരുന്നു. മാസം കണ്ടില്ലെങ്കിലും ഈ കാഴ്ചകളൊക്കെ തന്നെ കണ്ടു നോക്കി.
നമ്മളൊരു 7:45 വരെയൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഈ ഒരു പടക്കം പൊട്ടിക്കുന്നതും ഈ പൂത്തിരി കത്തിക്കുന്നതൊക്കെ നോക്കിയിട്ട്. പക്ഷേ മാസമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ റൂമിലൊക്കെ വന്നതിന് ശേഷം ഒരു 12:30 ഒക്കെ ആയ സമയത്താണ് ഇവിടെ അനൗൺസ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞിട്ട് വിശ്വാസയോഗ്യരായിട്ടുള്ള ആൾക്കാർ കാസിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നാളെ ഇവിടെ പെരുന്നാളാണ് എന്നറിഞ്ഞു. അതേപോലെ തന്നെ മിനിക്കോയ് ദ്വീപിലും നാളെ പെരുന്നാളാണ്. പക്ഷേ എൻ്റെ നാടായ ചേത്തിലാത്ത ദ്വീപിലും മറ്റ് ദ്വീപുകളിലൊന്നും നാളെ പെരുന്നാളില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നാളെ എന്തായാലും പെരുന്നാളിൻ്റെ ദിവസം ഇവിടെ നിന്ന് കയറുകയും നാട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസമാണ് അവിടെ പെരുന്നാൾ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിലും കുറേ മത്താപ്പ്, പൂത്തിരി, ലാത്തിരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹക്കിൻ്റെതാണ്. പിന്നെ ഹക്കിന് വേണ്ടിയിട്ട് നമ്മളും എല്ലാം കൂടി കമ്പനി കൊടുത്തിട്ടാണ് ഇതൊക്കെ കത്തിക്കാൻ തുടങ്ങിയത്. കുറച്ച് കാറ്റൊക്കെ, ഞാൻ പറഞ്ഞില്ല എല്ലാ കാറ്റുണ്ട്, എന്നാലും എല്ലാവരും ഈ ഒരു പണിയാണ് അപ്പോൾ കുറേ സമയം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും പിന്നെ അതിൽ കൂടി. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. പെരുന്നാൾ മറ്റന്നാളാണെങ്കിലും ഇന്ന് പെരുന്നാളായ പോലെയാണ് ഇതൊക്കെ കത്തിക്കുമ്പോൾ. നമ്മുടെ നാടുകളിലൊക്കെയും ഇത് പെരുന്നാളിൻ്റെ ദിവസം എല്ലാവരും കത്തിക്കും. അപ്പോൾ ഇനി വരുന്നത് എന്തായാലും പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മളെ നാട്ടിലെത്തിയിട്ട് അവരൊക്കെ എന്നെ ഞാൻ പറയാതെ പോയിട്ടുള്ള ആ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ആ ഒരു മൂമെൻറ്റ്, അതൊക്കെയുള്ള ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. പിന്നെ നമുക്കിന്ന് പെരുന്നാൾ രാത്രിയാണ് കവരത്തിയിൽ. അപ്പോൾ നാളെ രാവിലെ എന്തായാലും പെരുന്നാളിന് നമുക്ക് യാത്രയാണ്. പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ ഉള്ള കാര്യം ആരെങ്കിലുമൊക്കെ അവർക്ക് വിളിച്ച് പറഞ്ഞാൽ, എന്നെ കണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചീറ്റിപ്പോവും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും പുതിയ വ്ളോഗുകളും പുതിയ വീഡിയോസുകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും.